ഹലോ, വെൽക്കം ബാക്ക് ടു അനൂസിയമ്മി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലസാനിയയുടെ റെസിപ്പിയാണ്. ചിക്കൻ ലസാനിയാണ്. ലസാനിയ ഷീറ്റിന് പകരം സമോസയ്ക്ക് ഉപയോഗിക്കുന്ന ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല ക്രീമിയും ചീസി ആയിട്ടുള്ള ലസാനിയ എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഒന്ന് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു മീഡിയം സൈസ് സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, വല്ലാണ്ട് കളർ മാറാനായിട്ട് നിൽക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 1.5 ടീസ്പൂണോളം ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എന്നാണെങ്കിൽ ഇതിന് പകരം തക്കാളി നന്നായി അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും. എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഒറിഗാനോ മസ്റ്റാണ്, എന്തായാലും ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ലസാനിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ചിക്കനെ പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ടാണ് വേറെ ചേർത്തെടുക്കാത്തത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ കുറച്ചും കൂടി ഒന്ന് വേവാനുള്ളത് കൊണ്ട് അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതാണ്. ചിക്കനിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആക്കി എടുക്കേണ്ട. ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലസാനിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫില്ലിങ് ഇവിടെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിം ആക്കി വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മൈദയും ബട്ടറും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൈദയും ബട്ടറും കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലിങ്ങനെ 2-3 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ഇതിലെ കട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് നല്ല സ്മൂത്തായിട്ടുള്ള ആ കറക്റ്റ് ടെക്സ്ചറുള്ള വൈറ്റ് സോസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പാലിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിലെ കട്ടകളെല്ലാം ഉടഞ്ഞിട്ട് സോസ് നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇതിപ്പോൾ വൈറ്റ് സോസ് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. മൈദയും ബട്ടറൊക്കെ മെൽറ്റായിട്ട് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഒറിഗാനോയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം ലസാനിയയ്ക്ക് വേണ്ട വൈറ്റ് സോസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സമൂസ ഷീറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമൂസ ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഓരോ സമൂസ ഷീറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കുക്കായി കിട്ടും വേണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. അതുകൊണ്ട് അധികം നേരം ഇട്ട് കൊടുക്കണമെന്നില്ല. കുറച്ച് സെക്കൻഡ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് സോസ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസ ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തൊരു ലെയറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റത്തെ ലെയറാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള എല്ലാ വൈറ്റ് സോസും ആക്കി കൊടുത്തിട്ട് കുറച്ചും കൂടിയും ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ലസാനി ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലസാനിയ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ഇനി അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇത് ഓവനിലും ചെയ്തെടുക്കുക. ഓവനിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതിൻ്റെ മുകളിലത്തെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു പീസ് മുറിച്ച് മാറ്റുന്നുണ്ട്. ഈ ലസാനിയ നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവറാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റ് ടെക്സ്ചറുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.